ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോവാണ്, അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണ് ആക്ച്വലി ഞാൻ ജനിച്ച് വളർന്ന ഞങ്ങളുടെ തറവാട്. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ആ വീടിൻ്റെ മാത്രം ഒരു കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചമ്പാടുന്ന് പാറാടേക്കുള്ള ഒരു ചെറിയൊരു ബസ് യാത്ര. അപ്പോൾ പാനൂർ എത്തിയിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് പാറാട് TPGM UP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ആ സ്കൂൾ ഞാനൊന്ന് ദൂരെ നിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ, ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ വേറെ സ്ഥലം, അതായത് ട്രിപ്പ് പോകുമ്പോൾ ഉള്ള സ്ഥലങ്ങളല്ലാതെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടിനെ ഒന്ന് വീഡിയോയിൽ കാണിക്കണം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. ഈ റൈറ്റ് സൈഡിലുള്ളത് പുത്തൂർ മടപ്പുരയാണ്, മുത്തപ്പ മടപ്പുരയാണ്. ഇവിടുത്തെ തിരക്കൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എല്ലാ വർഷവും വരുമായിരുന്നു. അവിടുന്ന് നടന്നിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായി തിരക്കൊക്കെ പങ്കെടുത്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പാറാടെത്തി. ഐ ലവ് പാറാടൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ആദ്യമൊന്നും വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 1ാം ക്ലാസ്സിൽ മാത്രം ഓട്ടോയിലാണ് ഞാൻ പോയത്, ബാക്കി മൊത്തം നടന്നിട്ടാണ് പോയത്. ആദ്യം കുറേയൊക്കെ ഏട്ടനുണ്ടാവുമായിരുന്നു, പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് എൻ്റെ സ്കൂള്. ഈ സൈഡിലായിട്ട് പണ്ടൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു, നളന്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് പൊളിച്ചിട്ടാണ് കാണുന്നത്, എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ അങ്ങനെ ഞങ്ങളെ തറവാട്ടിലെത്തി. ഈ തറവാടിൻ്റെ പേര് 3 തെങ്ങുള്ളതിൽ നിന്നാണ് കേട്ടോ. ആ പേരും ഒരു പ്രത്യേകതയുണ്ട്. 3 തെങ്ങ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ കളിയാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. എന്താ അങ്ങനെ പേര് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അമ്മമ്മേ അമ്മമ്മേ ആ അമ്മമ്മേ എന്നാ ചെയ്യുന്നേ? പൊതുവേ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. പ്രാവശ്യം മാമൻ്റെ മോളും അമ്മമ്മയും മാത്രമേ ഇവിടെയുള്ളൂ. മാമിയും മാമൻ്റെ ഇളയ മോനും ഒക്കെ മാമൻ്റെ കൂടെ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അതുകൊണ്ട് അതുവരെയ്ക്കും മാമൻ്റെ മോള് ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അവളിവിടെ കുട്ടിയൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ അവിടെ വരാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മമ്മേനെ കാണാൻ ഇവിടെ വന്നത്. അപ്പോൾ ലഞ്ചിന് ഞങ്ങൾ അമ്മമ്മ പറഞ്ഞിട്ട് ഞാൻ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. മാമൻ്റെ മോള് കോളേജിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ പകൽ മാക്സിമം അമ്മമ്മ തനിച്ചാണ് ഉണ്ടാവുക. വൈകുന്നേരം ആവും അവളെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അമ്മമ്മയും കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അമ്മമ്മ ഇവിടെ മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബീട്രൂട്ട് ഉപ്പേരിയും ചമ്മന്തിയും വെളുത്തുള്ളി അച്ചാറും പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഓംലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ മുൻവശം. ഇവിടെയൊക്കെ ഞാൻ പണ്ട് കളിച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് വലിയച്ഛനെയും പിന്നെ ഞങ്ങളെ മൂത്തച്ഛനെയും അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണത്. അവിടെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അമ്മമ്മ അങ്ങനെ കഴുങ്ങിലും മാവിലും ഒക്കെ ഇങ്ങനെ കുരുമുളക് വള്ളി ഇങ്ങനെ വളർത്തുന്നുണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടായിരുന്നു അത്. അവളിവിടെ 2-3 വർഷമാണ് താമസിച്ചത്, വാടകയ്ക്ക് താമസിച്ചായിരുന്നു. പിന്നെ അവൾ പുതിയ വീടെടുത്തിട്ട് മാറി. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ചിന്നു എന്ന് ഞാൻ വിളിക്കുന്ന അനുപ്രിയ എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ളൊരു ഡോക്ടറാണ്. അവൾ ഈ വീഡിയോ കാണുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഫുള്ള് കളിച്ച ഒരു ഏരിയ ആണിത്. ഓടിച്ചാടി എന്തൊക്കെയോ കളിച്ചൊരു സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. പുണ്യ, വേറെ ഒരു ചിന്നു, കിങ്ങിണി, ചിച്ചി, അങ്ങനെ കുറേ പേരുള്ളത്. എല്ലാവരും അവരുടേതായ ലൈഫായിട്ട് ഇപ്പോൾ സെറ്റിലായി. പിന്നെ കുറച്ച് പഴയ ഫോട്ടോസ് നമുക്ക് കാണാം. അപ്പം ഞാൻ 6 മാസമുള്ള സമയത്ത് ഉള്ള എൻ്റെ ഫോട്ടോ ആണിത്. അത്ര വലിയ ക്ലിയർ ഇല്ല, കുറേ മോശമായി വരുന്നുണ്ട്. ഇത് നന്നാക്കി എടുക്കാൻ പറ്റുമോ അറിയില്ല. എനിക്ക് ഏട്ടനും ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഇവിടെ മാത്രമേ അതുള്ളൂ, എൻ്റെ കയ്യിൽ വേറെ കോപ്പിയൊന്നുമില്ല. അത് ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ മാമൻ്റെ മക്കളെ ഫോട്ടോസൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ റൂമിലായിരുന്നു ഞാൻ മാക്സിമം അന്ന് കിടക്കാറുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ പടിഞ്ഞിറ്റാകുന്ന ഞങ്ങൾ പറയുക നടുവിലുള്ള റൂമിന്, അവിടെയാണ് ഞങ്ങൾ വിളക്കൊക്കെ വെക്കുന്ന റൂം.
ഇത് അമ്മമ്മേൻ്റെയും വലിയച്ഛൻ്റെയും പഴയ കാലത്തെ ഫോട്ടോ ആണ്. വലിയച്ഛൻ ഇപ്പം ഇല്ല, മരിച്ചുപോയി. ഇത് അമ്മമ്മേൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും ഫോട്ടോ ആണ്. ഈ അമ്മമ്മ മരിച്ചിട്ട് ഒരു 5-6 വർഷം ആവുന്നതേ ഉള്ളൂ. എന്താ പറയുക, നല്ല ഒരു ഭാഗ്യവതിയാണ്. നമ്മളെ കുടുംബത്തിലെ ഒരു 5 ജനറേഷനെ കാണാനുള്ള ഭാഗ്യം അമ്മമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. മരിക്കുമ്പോൾ അമ്മമ്മയ്ക്ക് 97 വയസ്സായിരുന്നു. അത് കുരുണ്ട് കൊറേ ഉണ്ടല്ലോ. അങ്ങനെയാ പോവേനി മേഘന്റെ മുട്ടത്തിന്റെ ആരുണ്ട് കാണിച്ചത് മരുന്ന് വരുത്തതാ. അതിനുശേഷം ഞാനും അമ്മമ്മ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ റൂമിൽ പടിഞ്ഞിറ്റായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മമ്മ ഉണ്ട ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അരിയുണ്ടയും കട്ടൻ ചായയും ഒക്കെ കുടിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. മാമൻ്റെ മോള് വരുന്നവരെ കാത്തു നിന്നില്ല. അവളെ വേറൊരു ദിവസം കാണാമെന്ന് വിചാരിച്ചു. അവൾ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ലേറ്റാവും, അതുകൊണ്ടാണ് പിന്നെ നിൽക്കാഞ്ഞത്. വന്നിട്ട് പോകുമ്പോൾ അമ്മമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും, എനിക്കും ഉണ്ട്. എന്തായാലും തിരിച്ച് വരുന്നുണ്ട് ഞങ്ങൾ. അമ്മമ്മേൻ്റെ പിറന്നാൾ ഇപ്പം അടുത്ത് വരുന്നുണ്ട്, അത് ആഘോഷിക്കാനായിട്ട്, ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനായിട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.